PV Anwariന്റെ പത്രസമ്മേളനങ്ങൾ മാത്രമാണ് LDF സർക്കാരിനെതിരെ പിണറായിസത്തിനെതിരെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വരുന്നത്. പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം, ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ കണ്ണീര്, ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ഷർട്ട് ചുളിയാതെ, മേക്കപ്പ് മാറാതെ, ഡൈ ഇട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നത് പോലെ ഉണ്ടാവും. അതത്ര ഒരു സുഖകരമായ ഇരിപ്പായിരിക്കില്ല. ഞാൻ പറട്ടെ, നമ്മുടെ ഒരു മണ്ഡലത്തിൽ എത്ര പേർക്ക് വോട്ട് വേണം? വോട്ടർ ID ഇല്ലാതെ പോയി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവർ മാത്രമാണ് പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല, അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ. അല്ലാതെ ഇപ്പം മരിച്ചവർ വന്ന് വോട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പം. അതുപോലെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി വോട്ടർ ID ഉണ്ടാക്കി ചെയ്യുന്നവരാണ്. അതുപോലെ എങ്ങനെ ചെയ്തിട്ടുണ്ടോ എനിക്കറിയാം. പക്ഷേ അതൊന്നും പറയുന്നത് ഇലക്ഷൻ കമ്മീഷനെ പ്രതിസന്ധിയിലാക്കരുത്, കേസ് വരും. അല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടപ്പുണ്ടെന്ന് പറഞ്ഞ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ന്യൂസുകളൊക്കെ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഇവര് LDF ആദ്യത്തെ 4 വർഷം എന്തൊക്കെ തിണ്ടത്തരം കാണിച്ചാലും 5ാമത്തെ വർഷം ഇവർ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും. വളരെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കഴിഞ്ഞ തവണ അത് തിണ്ടത്തരമല്ല എങ്കിൽ പോലും കൊറോണ മഹാമാരികൾ ആ സമയത്ത് ഇവര് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ പത്രസമ്മേളനമായിട്ടാലും മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു. നമുക്കൊരു ആശ്വാസം. ഇവരിൽ ഒരാൾ, പിന്നെ വേറൊരാൾ ശൈലജ ടീച്ചർ, പുള്ളിക്കാരെ പറയാൻ പറ്റില്ല, പുള്ളിക്കാരെയാണ് ഏറ്റവും കൂടുതൽ. കഴിഞ്ഞ തവണ പിണറായി വിജയനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈലജ ടീച്ചർ. മുഖ്യമന്ത്രി ആവുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതലാണത്. കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് വന്നത്. ഇപ്പം ഈ രണ്ടാമത് കയറിയ പിണറായി വിജയൻ സർക്കാരാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി എന്നാണ് നമുക്ക് പറയാൻ. കാരണം മന്ത്രിസഭയിൽ ഭൂരിഭാഗം പേരും പുതുമുഖങ്ങളായിരുന്നു. നമസ്കാരം പ്രിയപ്പെട്ടവരെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന കേരള രാഷ്ട്രീയത്തിലെ മഹായുദ്ധം നടക്കാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ UDF ആണ് 2026 കപ്പടിക്കുക എന്ന സൂചനയാണ് കഴിഞ്ഞുപോയ ചില ഉപതെരഞ്ഞെടുപ്പുകളടക്കം നൽകുന്നത്. യഥാർത്ഥത്തിൽ UDF കപ്പടിക്കുമോ? ഇനി കപ്പടിച്ചാൽ തന്നെ UDFന്റെ കപ്പിത്താൻ ആരായിരിക്കും? VD സതീശൻ ആയിരിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ മറ്റു സാധ്യതാ നേതാക്കൾ ആരൊക്കെയാണ്? നമുക്ക് VD സതീശൻ്റെ സാധ്യതയെക്കുറിച്ച് ഒന്ന് ചർച്ച ചെയ്യണം. അതോടൊപ്പം തന്നെ 2026 UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒരാളെ ഇലക്ഷൻ സമയത്ത് ജനങ്ങൾക്കിടയിലേക്ക് കൊണ്ടുവരുമോ എന്നതും ഇവിടെ ചർച്ചാ വിഷയമാവുകയാണ്. ജിഷ്ണു, UDFൽ ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ നിൽക്കുമ്പോഴും നമുക്കിപ്പോഴും VD സതീശൻ ആയിരിക്കും 2026 മുഖ്യമന്ത്രിയാവുക എന്നത് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട്. സാധാരണ പ്രതിപക്ഷ നേതാവ് ആരാണോ അവർ മുഖ്യമന്ത്രിയാവും എന്നൊരു ട്രെൻഡ് ഉണ്ട്. പക്ഷെ ഇത്തവണ കാര്യങ്ങൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇനിയിപ്പോൾ UDF നേതാക്കളോട് തന്നെ ചോദിച്ചാൽ, VD സതീശനോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ ബാക്കിയുള്ള പ്രമുഖരായിട്ടുള്ള UDF നേതാക്കളോട് തന്നെ ചോദിച്ചാൽ അവരും ഒരു അഴകുഴമ്പൻ ആൻസറാണ് പറയുന്നത് എന്നല്ലാതെ വളരെ വ്യക്തമായി അതെ ഇയാളായിരിക്കും എന്നൊരു ആൻസർ പറയുന്നില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, UDF തീരുമാനിക്കട്ടെ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ മണ്ടന്മാരല്ലല്ലോ. ജനങ്ങൾക്കൊരു ഫിഗർ എപ്പോഴും ഉണ്ടാവണം. എല്ലാ ഇലക്ഷനും ഒരു ഫിഗർ. ഇപ്പോൾ പിണറായി വിജയൻ മുഖ്യമന്ത്രി, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുന്നൊരു ഫിഗർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആരാണ് ക്യാപ്റ്റൻ എന്നത് അത് ഏതൊരു മത്സരത്തിൽ, ഇനി ഫുട്ബോൾ ആയിക്കോട്ടെ, ക്രിക്കറ്റ് ആയിക്കോട്ടെ, രാഷ്ട്രീയം മാത്രമല്ല അല്ലേ, ഒരു ടീമിൻ്റെ ക്യാപ്റ്റൻ ആരാണ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കപ്പോൾ മനസ്സിലാവുമോ കപ്പടിക്കും അല്ലേ? അപ്പം നിനക്ക് തോന്നുന്നുണ്ടോ 2026 അങ്ങനെ ഒരു കപ്പിത്താനെ നേരത്തെ നിശ്ചയിച്ചുകൊണ്ട് UDF ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ നേരിടണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. പക്ഷേ അങ്ങനെ UDFൽ ഇപ്പം നേരിടാൻ അങ്ങനെ ഒരാളില്ല. ആളുണ്ട്, പക്ഷെ പറഞ്ഞാൽ ആളില്ല. കാരണം അങ്ങനെ നമുക്ക് UDFൻ്റെ ഇടയിൽ ഇപ്പോൾ ആൾക്കാർക്ക് ഇച്ചിരെങ്കിലും ജനപ്രീതി ഉള്ളത് കുറച്ച് പേരാണ്. ഒന്നാമത്തെ ആളെന്ന് പറയുമ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഷാഫി പറമ്പിൽ.
പക്ഷെ അത് ഭയങ്കര യുവനേതാവായി. യുവനേതാവല്ല, യുവനേതാക്കൾ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓ, നിന്റെ ആഗ്രഹമാണ് ആഗ്രഹമാണ് പറഞ്ഞത്. അപ്പൊ പ്രമുഖ നേതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു യുവനിര കേരളത്തിന്റെ തലപ്പത്തേക്ക് വരുമെന്നുള്ളത് ശരിക്കും ഒരു വിഡ്ഢി സ്വപ്നമാവില്ലേ? ഇല്ല, ഞാൻ പറയട്ടെ, കേരളത്തിലെ മുഖ്യമന്ത്രി 60 വയസ്സിന് മുകളിലുള്ളവരെ വേണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? മന്ത്രിമാര് 60 വയസ്സിന് മുകളിലുള്ളവർ വേണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അത് ഓരോ പാർട്ടിക്കാരുടെയും ഇതൊക്കെ അനുസരിച്ചാണ്. പിന്നെ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞാൽ പോലും ഷാഫി പറമ്പിലിന് അത്യാവശ്യം ഇപ്പം കുറേ ആയിട്ട് MLA ആയിട്ട് കുറേ വർഷം ഇരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇവരെല്ലാം കൂടെ തള്ളി പുള്ളിനെ MP ആക്കി. അങ്ങനെ ഒത്തിരി ഉണ്ട്. പക്ഷെ ഇപ്പം ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം VD സതീശൻ, പുള്ളി ഒരു മന്ത്രി പോലും ആയിട്ടില്ല. അങ്ങനെ ഒരാളെയാണ് കൊണ്ട് ഈ പ്രതിപക്ഷ നേതാവാക്കിയത്. പക്ഷേ പുള്ളിക്കൊരു 30 വർഷത്തെ എക്സ്പീരിയൻസും കൊണ്ടായിരിക്കും. പിന്നെ ചേട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രതിപക്ഷ നേതാവാകുന്ന ആള് തന്നെ മുഖ്യമന്ത്രി ആകണമെന്ന്. പക്ഷെ അതൊരു അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ട്. പക്ഷേ അതൊരു പറയുന്ന കേസല്ല. കാരണം ഈ മുഖ്യമന്ത്രി ആയിട്ടുള്ള ആള് അടുത്ത തവണ ഭരണം കയ്യിൽ നിന്ന് പോകുമ്പം അവർ പ്രതിപക്ഷ നേതാവണമെന്ന് ഒരു നിർബന്ധമില്ല. അതിലേറ്റവും ഉദാഹരണമാണ് UDF ഭരണത്തിയിരുന്നപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അവരിൽ നിന്ന് ഭരണം പോയപ്പം ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവത്തിൽ നിന്ന് പറഞ്ഞു. കാരണം അങ്ങനെയാണ് രമേശ് ചെന്നിത്തലേനെ കൊണ്ട് പ്രതിപക്ഷ നേതാവാക്കുന്നത്. ആ സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് UDF നല്ല ഭരണമല്ല, നല്ല പ്രതിപക്ഷമായിട്ട് നിന്നില്ല. അതുകൊണ്ടായിരിക്കണം വീണ്ടും ഒരു പിണറായി ഭരണം വന്നു. അതുകൊണ്ട് അവിടുന്ന് സതീഷിനെ വീണ്ടും പ്രതിപക്ഷ നേതാവായിട്ട് വന്നു. കാരണം അതിനനുസരിച്ച് ഒരു മന്ത്രി പോലും ആകാത്ത ഒരാൾ പ്രതിപക്ഷ നേതാവാകണമെങ്കിൽ ആ കോൺഗ്രസ്സിൽ പ്രതിപക്ഷ നേതാവാക്കാൻ പോലും വേറൊരാളും ഇല്ല എന്ന് വേണം നമുക്ക് പറയാൻ. പക്ഷേ ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ തല്ലുപിടുത്തം ഉണ്ടാവുമെന്ന് ഇപ്പോഴടക്കം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആളുകളായാലും പൊതുജനങ്ങളായാലും പറയുന്നത് UDF പാർട്ടിയിൽ തന്നെയാണ്. ഇപ്പോൾ UDF പാർട്ടി 2026 ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അവിടെ എല്ലാവരുടെയും ഒരു ഐക്യകണ്ഠേനയുള്ള ചോദ്യം, ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രി? അവർക്ക് ഒരു ഉത്തരം ഇതുവരെ നൽകാൻ സാധിച്ചിട്ടില്ല. കാരണം നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന എല്ലാവരുടെ മനസ്സിലും ആ ഒരു മുഖ്യമന്ത്രി കസേര ഉള്ളതുകൊണ്ടായിരിക്കാം. ഇപ്പം നമ്മൾ ആരോടൊക്കെയാണ് ചോദ്യം ചോദിക്കുന്നത്? VD സതീശനോട്. ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ മുഖ്യമന്ത്രി ആവണം എന്നുണ്ട്. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണം എന്ന് ഇല്ലാതിരിക്കുമോ? ഇല്ല. K സുധാകരൻ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളാണെന്നൊക്കെ കൂടെയുള്ള സഹപ്രവർത്തകരടക്കം പറയുമ്പോൾ ഞാൻ ആരോഗ്യവാനാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കാൻ ഫിറ്റ് ആണെന്നുള്ളൊരു ധ്വനി കൂടി അതിലുണ്ട്. പക്ഷേ ഇവരൊക്കെ മെയിനായിട്ട് ഒരു സംസാരമുണ്ട്. ഇവരോടൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല. അല്ല, മത്സരിക്കാൻ താല്പര്യമില്ലെന്നല്ല, അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടി തീരുമാനിക്കട്ടെ, ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ എന്നുള്ളൊരു, ഞങ്ങൾക്ക് ആഗ്രഹമില്ല എന്നുള്ള രീതിയിൽ അതൊരു അതിവിനയമാണ്. അതൊരിക്കലും ഒരു സത്യസന്ധതയുള്ള രീതിയിൽ ഇപ്പോൾ KC വേണുഗോപാലിനെ എടുക്കാം. ഫോർ എക്സാമ്പിൾ, അദ്ദേഹത്തിന് ഒരു നേതൃസ്ഥാനത്തേക്ക് വരാൻ മത്സരിക്കാനോ അല്ലെങ്കിൽ വലിയ വലിയ പദവികളോ ആഗ്രഹമില്ല എന്ന് പറയുകയും എന്നാൽ സുപ്രധാനമായ തെരഞ്ഞെടുപ്പുകളിൽ സുപ്രധാനമായ സ്ഥലങ്ങളിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നുണ്ട്, വിജയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ KC വേണുഗോപാലിന്റെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു എൻട്രി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിക്കൂടുന്നില്ല. ഒരു നിർണായകമായ മണ്ഡലത്തിൽ നിന്ന് KC വേണുഗോപാൽ വിജയിച്ച് കയറിയാൽ ഈ VD സതീശനും രമേശ് ചെന്നിത്തലയ്ക്കൊക്കെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നുണ്ടെങ്കിലും KC വേണുഗോപാലിന്റെ ഈ ഒരു ആഗമനം ചിലപ്പോൾ പ്രതിസന്ധി സൃഷ്ടിച്ചേക്കാം. ഈ KC വേണുഗോപാലിന്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം VD സതീശനും അവരൊക്കെ പോലെ ഒത്തിരി മാധ്യമങ്ങൾക്ക് മുമ്പേ വന്ന് ഓരോ ബൈറ്റോ ഒന്നും തരുന്നില്ല, എല്ലാ കാര്യത്തിലും കയറി ഇടപെടുന്നുമില്ല. പുള്ളി ആവശ്യമായ, അതിപ്പം രാഹുൽ ഗാന്ധി വരുന്നു, അപ്പോൾ അതുപോലെ ഓരോരുത്തർ കേരളത്തിൽ വന്ന് സന്ദർശിക്കുമ്പോഴും അതല്ലെങ്കിൽ ഈ ഇലക്ഷൻ്റെ സമയത്തും അങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പ് പ്രത്യക്ഷപ്പെടുന്നു, എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുള്ളൂ. അങ്ങനെ പുള്ളി ഒരു ഒഴിഞ്ഞു മാറി നിൽക്കുമെന്ന് പറയാം. അത് ചേട്ടായി പറഞ്ഞ പോലെ തന്നെ നമുക്ക് 2026 മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ പേര് നമുക്ക് പരാമർശിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയെങ്കിൽ പോലും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് നല്ലൊരു അർഹനായ ആളാണ്. കാരണം പുള്ളി ഒരു കോൺഗ്രസിന്റെ ഗുണ്ടാ നേതാവാണ്, അങ്ങനെയാണ് പറയുന്നത്. എൻ്റെ ഞാൻ പറഞ്ഞല്ല, ഗുണ്ടാ നേതാവാണെന്നാണ് പറയുന്നത്.
അതേപോലെ തന്നെ പുള്ളിക്ക് ഉണ്ടായ കുറേ വിവാദങ്ങളും കുറേ പ്രശ്നങ്ങളുമാണ് പുള്ളിനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് വരെ മാറ്റി എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതുപോലെ മുരളീധരനാണെങ്കിലും ഇതുപോലെ ഇവരുടെ പുള്ളിയുടെ കൂടെ കുറേ കക്ഷികളും പുള്ളിക്ക് തന്നെ ഒരു പിടിപാടുണ്ടോ ഇത്ര ഒരു ആൾക്കാർ മുരളീധരന്റെ ഒക്കെ പേര് ശരിക്കും പറയാതിരുന്നത് മുരളീധരനെയൊക്കെ ആ ഒരു സമയമാകുമ്പോൾ മിക്കവാറും ഈ പാർട്ടി തന്നെ ചവിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മികച്ചൊരു മന്ത്രിസ്ഥാനമെങ്കിലും കൊടുക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടോ അല്ലെങ്കിൽ ഒരു മുഖ്യമായിട്ടുള്ള ഒരു മന്ത്രി പദവിയോ പോലും UDF കൊടുക്കുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കാരണം ഇതുവരെയുള്ള രാഷ്ട്രീയ ചവിട്ടലുകൾ നോക്കിയാൽ മുരളീധരന് ഇനി താല്പര്യം ഉണ്ടെങ്കിലും കൂടിയും ബാക്കിയുള്ള ഘടകങ്ങൾ അതിന് സമ്മതിക്കില്ല. ഇപ്പോൾ VD സതീശന്റെ സാധ്യതകൾ തന്നെയാണ് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്യുന്നത്. അത് നമ്മൾ പറയുമ്പോൾ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ കോൺഗ്രസ് ഈ ഭരിക്കുന്ന MLAമാരും MP മാരും വെച്ച് നോക്കിയാൽ എത്ര പേര് മന്ത്രിസ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റും? ആ പഴയ എൻ്റെ ഒരു അറിവിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാത്രം കണ്ടോളെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ളവർ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ സമയത്താണെങ്കിലും ഉമ്മൻചാണ്ടി മരിച്ചുപോയി, പിന്നെ AK ആന്റണി പുള്ളിക്ക് വയ്യ, അതുപോലെ ആ സമയത്ത് ഉണ്ടായിരുന്നവർ എല്ലാവർക്കും തന്നെ ഇപ്പോൾ പ്രായമായി മാറി നിൽക്കുവാണ്, പാർട്ടിയിൽ ഒത്തിരി നിന്നില്ല. ബാക്കി ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാം തന്നെ ഒരു മന്ത്രിസ്ഥാനം പോലും ആയിട്ടില്ല ഈ ചെന്നിത്തല ഒഴിച്ച്. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസും എല്ലാം രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടെന്ന് നമുക്ക് പറയാം. തീർച്ചയായിട്ടും. പക്ഷെ ഇതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക്, നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്ന്, 2026 നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് VD സതീശൻ്റെ വക ഒരു ചവിട്ട് കിട്ടാൻ, അതായത് രാഷ്ട്രീയപരമായ ഒരു ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അത് പറയാൻ കാരണം ഇരുവരും മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നാണ് എന്ന് നടിക്കുമ്പോഴും യഥാർത്ഥമായിട്ട് പറഞ്ഞാൽ ഇരുവർക്കിടയിലും എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അതിപ്പോൾ അൻവറിൻ്റെ കേസിൽ തന്നെ ഇരുവരുടെയും നിലപാട്, സതീശൻ വളരെ നിശ്ചിതമായി തന്നെ അൻവറിനെ വേണ്ട എന്ന് പറയുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും ഒരു മൃദുല സമീപനമാണ് അൻവറിനോടുള്ളത്. കഴിഞ്ഞ തവണ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആര്യാടൻ ഷൗക്കത്ത് വളരെ വ്യക്തമായൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ച് അൻവർ കരുത്ത് തെളിയിച്ച, സ്വരാജും നല്ല രീതിയിൽ വോട്ട് പിടിച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് നമ്മളുടെ ഒരു സംഘത്തിൻ്റെ ഒപ്പം ഞാനും പോയിരുന്നു 1-2 ദിവസം. ആ സമയത്ത് നമ്മൾ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെയും രമേശ് ചെന്നിത്തലയും കാണാനിടയായി. ഒരേ ഒരു ഫംഗ്ഷനിലാണ് അവർക്ക് രണ്ടുപേർക്കും പങ്കെടുക്കേണ്ടത് എന്നുള്ളപ്പോഴും രണ്ടുപേരും ഒരുമിച്ച് നിന്നത് പങ്കെടുക്കാനുള്ളൊരു മനസ്സ് പോലും കാണിക്കാത്ത ഒരു പ്രത്യക്ഷ ദൃശ്യം നമ്മൾ കണ്ടു. ഇനി അവർ ഇതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നിഷേധിക്കായിരിക്കും, ഇതൊക്കെ നമ്മുടെ തോന്നലുകളാണെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ആ ഒരു അന്തർധാരയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതായത് VD സതീശനുള്ളപ്പോൾ രമേശ് ചെന്നിത്തല പോകാതിരിക്കുകയും VD സതീശൻ്റെ അത്രയും രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് മുമ്പിൽ എല്ലാം തുറന്ന് സംസാരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടുത്തൊരു ബൈറ്റിന് വേണ്ടി പോയപ്പോൾ എന്നെക്കാൾ പ്രമുഖരായിട്ടുള്ള നേതാക്കളുണ്ട് എന്നുള്ളൊരു തരത്തിലൊരു മറുപടിയാണ് തന്നത്. ആ മറുപടിയുടെ അർത്ഥം എന്താണ്? അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തെ തന്നെ ഒരു മികവ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരു പ്രമുഖനല്ലാത്ത നേതാവായിട്ടാണോ കാണുന്നത്? പക്ഷെ VD സതീശൻ്റെ ഒരു രീതി വേറെയാണ്. ഒരു ബൈറ്റ് ചോദിച്ചാലും അദ്ദേഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം പോലെ അദ്ദേഹം എല്ലാവർക്കും ബൈറ്റ് കൊടുക്കുക, പിണറായി വിജയനെതിരെ ശക്തമായി സംസാരിക്കുകയാണ്. അപ്പം അങ്ങനെ കാണുമ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിലേക്കുള്ള ഒരു ജൈത്രയാത്രയാണ് VD സതീശൻ വളരെ സുവ്യക്തമായി നടത്തുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷെ രമേശ് ചെന്നിത്തല ഒരു മൃദുല സമീപനത്തിൽ ഇങ്ങനെ പോവുക, ഒരു മൃദുല ഭാവത്തിൽ. ഇവര് തമ്മിലുള്ള ഈ ഗ്രൂപ്പുകളിൽ മാത്രമാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടാൻ ചാൻസ് കുറയ്ക്കുന്നത്. കാരണം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ VD സതീശനാണെങ്കിലും പിണറായിസത്തിനെതിരെ കളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ഇത് ഇവർക്ക് തെളിയിക്കാനുള്ള ഒരു പറ്റുന്നില്ല. അതായത് ഇവർ തന്നെ ഏറ്റവും കൂടുതൽ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ റോഡ് പൊളിഞ്ഞത്. പക്ഷേ ഇതിലൊന്നും കോൺഗ്രസ് കൂളായിട്ട് ഇടപെട്ട് ഇതിലെ പിന്നിൽ നടന്ന അഴിമതികളും ഇതൊന്നും വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. ഇവർ ശക്തമായ സമരങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല, UDFന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നില്ല. നടക്കുന്നുണ്ട് വാക്കാലായിട്ടുള്ള ഒന്നും നടക്കുന്നില്ല, വാക്ക് കസർത്തുകൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നിയമസഭയിലും അല്ലാതെയും പുറത്തും എല്ലാ ദിവസവും വാർത്താ സമ്മേളനം വിളിക്കുന്ന തരത്തിലുള്ള ഒരു നേതാവാണ് VD സതീശൻ. പക്ഷേ ഈ വാക്ക് കസർത്തല്ലാതെ ശക്തമായ ഒരു പോരാട്ടം ഈ UDFന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നോ നടക്കുന്നില്ല. അതൊരു വലിയ പോരായ്മയാണ്. ജനകീയപരമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്,
പക്ഷേ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള പിക്ചറേ വേറെയാണ്. അവര് ഭയങ്കരമായിട്ട് സമ്മർദ്ദം ചെലുത്തും. അതിലെ ഏറ്റവും ഉദാഹരണമാണ് നമ്മുടെ പണ്ടത്തെ ഉമ്മൻചാണ്ടി സാറിന്റെ സരിത കേസ്. ആ ഒറ്റ കേസിലാണ് ഉമ്മൻചാണ്ടി സാറിനെ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് താഴെ ഇട്ടത്. പക്ഷേ അത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞിട്ട് പോലും അത് കുറച്ച് മാധ്യമ പ്രവർത്തകരെല്ലാം പറഞ്ഞു അത് വെറും കള്ളത്തരമായിരുന്നു, അന്നത്തെ പാർട്ടിയുടെ ഇതിൽ മാത്രം ഇട്ടതാന്ന് അന്ന് കൊടുത്ത ഒരു മാധ്യമ പ്രവർത്തകൻ അത് കഴിഞ്ഞിട്ട് എല്ലാ മാധ്യമക്കാർക്കും കൊടുക്കും. കള്ളത്തരം വെച്ചുകൊണ്ട് ഭരണ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന പ്രതിഷേധ സമരങ്ങൾ നടത്താനായിട്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്കുള്ള ഒരു പ്രാവീണ്യം പോലും കോൺഗ്രസ് ഈ പറയുന്ന കാലഘട്ടത്തിൽ കാണിക്കുന്നില്ല. കാരണം രണ്ടാമതും തുടർഭരണം തുടരുന്ന പിണറായി സർക്കാരിനെതിരെ ഒരുപാട് വിഷയങ്ങൾ സാധാരണ ജനങ്ങൾക്ക് വരെ അറിയാം. അതിൽ ഏതെങ്കിലും ഒന്ന് തിരികൊളുത്തി ആളിക്കത്തിച്ച് കേരളം ഒട്ടാകെ ഒരു ജനകീയ പ്രക്ഷോഭം നടത്താനൊക്കെ പറ്റും. അല്ലാതെ ചുളുവിന് ഷർട്ട് ചുളിയാതെ അല്ലെങ്കിൽ പൗഡർ പോവാതെ ഇപ്പൊ ഈ ഭരണക്കോട്ടങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളത് കൊണ്ട് നൈസായിട്ട് മുഖ്യമന്ത്രി കസേരയിലേക്കോ ഭരണം പിടിക്കാനോ കഴിയും. അല്ലെങ്കിൽ ഇലക്ഷൻ സമയത്ത് മാത്രം ഭയങ്കര പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ അവരുടെ സ്ഥാനാർത്ഥിനെ വിജയിപ്പിക്കാൻ കഴിയും എന്നത് മാത്രം കൊണ്ട് ഒരു നല്ല പ്രതിപക്ഷം ഉണ്ടാവുന്നില്ല. ജനങ്ങളുടെ ശബ്ദമാണ് പ്രതിപക്ഷം, അല്ലേ? അതെ, ഭരിക്കുന്നവര് തെറ്റ് കാണിക്കുന്നത് ചൂണ്ടിക്കാട്ടാനാണ് പ്രതിപക്ഷം. ഇത് ചൂണ്ടിക്കാട്ടുക മാത്രമേ അല്ല, ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ ആ ചൂണ്ടിക്കാണിക്കുന്നതിന് ഒരു തുടർ നടപടികൾ എന്നോണം ശക്തമായ സമരങ്ങളില്ല. അല്ലെങ്കിൽ പോലെ ബാരിക്കേഡ് മാർച്ച് എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ക്യാമറകളൊക്കെ ഓൺ ചെയ്ത് വെച്ച സമയത്ത് കുറച്ച് പേര് പോയിട്ട് കുറച്ച് ജലപീരങ്കിയൊക്കെ കൊണ്ട് കുറച്ച് അടിയൊക്കെ കൊണ്ട് അത് തീർന്നു. അത് മാത്രമല്ല, ഷോ ഓഫ് കാണിക്കുക ഇവിടെ ശരിക്കും നടക്കുന്ന വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും നടന്നു, പ്രതിപക്ഷ നേതാവ് ഒന്ന് രണ്ടെണ്ണം പറയും. ഇപ്പൊ അത് ആർക്കെട്ടാണെങ്കിൽ, അതിപ്പോ മുഖ്യമന്ത്രിക്കാരാണെങ്കിൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രി മരുമോനോടാണെങ്കിൽ അവർ വന്നിട്ട് അത് ഇങ്ങനെയായിരുന്നു, ഇങ്ങനെ ചെയ്തു, അതിന്റെ ബാക്കി പ്രതിപക്ഷ നേതാവ് പറയും, അതിന്റെ ബാക്കി ഇവിടെ പറയും, അവിടെ തീർന്നു. അത് കഴിഞ്ഞാൽ അടുത്ത കേസ്, പിന്നെ അതിന്റെ ബാക്കി പോകുന്നില്ല. അത്രേ നടക്കുന്നുള്ളൂ. അല്ലാതെ ഇത് ചൂണ്ടിക്കാട്ടാണോ, ഇത് പുറത്ത് കൊണ്ടുവരാനോ ഇതിനൊന്നും ഇവര് സാധിക്കുന്നില്ല. വെറുതെ വാക്കാലുള്ള ഈ പറയുന്ന വാക്ക് തർക്കങ്ങൾ, വാക്ക് കസർത്തുകൾ മാത്രം നടത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ജനകീയമായ സമരങ്ങളോ ജനകീയമായ പ്രക്ഷോഭങ്ങളോ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ടുള്ള ഒരു ഭയങ്കരമായൊരു മുന്നേറ്റമോ ഒന്നും കാഴ്ചവെക്കാതെയാണ് ഇപ്പോൾ അടുത്ത തവണ കേരളത്തിൻ്റെ തലപ്പത്തേക്ക് എത്താമെന്ന് UDF വിചാരിക്കുന്നതെങ്കിൽ ജനങ്ങൾക്ക് അതും മനസ്സിലാകുന്നുണ്ട്. ഇതുപോലെ പിണറായി സർക്കാരിന് കിട്ടിയതുപോലെ ഒരു രണ്ടാം വട്ടമൊന്നും അങ്ങനെയാണെങ്കിൽ കിട്ടാനും സാധ്യതയില്ല. ഒരു 5 വർഷത്തിൽ കയറാം എന്നേ ഉള്ളൂ. കാരണം എന്താ, അത്രത്തോളം ജനങ്ങൾക്ക് വെറുത്ത് മറ്റൊരു ആശ്രയമില്ല. BJP ആശ്രയിക്കാൻ പറ്റുമോ? അവർ വളർന്നു വരുന്നതേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഡീല് കൊണ്ടാണ് BJP വളരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും BJPയിൽ പോലും ഒരു ആശ്രയം കൽപ്പിക്കാൻ ഇല്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ പൂർണ്ണമായും BJPക്ക് ഭരണം ഏൽപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥ കേരളത്തിൻ്റെ സമൂഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ് വീണ്ടും UDFിലേക്കും കോൺഗ്രസിലേക്കും തന്നെ വരുന്നത്. അതൊരിക്കലും UDFിൻ്റെ ഒരു ഭയങ്കരമായ ഭരണ നേട്ടമോ പ്രതിപക്ഷ നേട്ടമായിട്ട് കാണരുത്. അതായത് അവരുടെ ഭരണക്കോട്ടങ്ങൾ അല്ലെങ്കിൽ ഒരു മികവ് കേട് അല്ലെങ്കിൽ ഒരുപാട് പിണറായി സർക്കാർ ചെയ്തു വെച്ച കാര്യങ്ങളിലുള്ള ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്കൊന്ന് തരികയാണ്. ആകെ ഇതല്ലേ ഉള്ളൂ എന്ന് ഇത് കുത്തിയേക്കാം എന്നുള്ള നിലയിൽ. അതല്ലാതെ ഒരിക്കലും UDFിൻ്റെ ഒരു ഭരണ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇരുന്നിട്ടുള്ള ഒരു വലിയ പ്രക്ഷോഭങ്ങളുടെ അനന്തരഫലമായിട്ട് കിട്ടുന്നതൊന്നുമല്ല. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങളിലെങ്കിലും UDF അടുത്ത വട്ടം ഭരണം പിടിക്കാനെങ്കിലും നല്ല വിധേനയുള്ളൊരു പ്രതിപക്ഷമായി തുടരുന്നതിൽ ശരിക്കും ഇടതുപക്ഷത്തെ തന്നെ കണ്ടു പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു അഭിപ്രായമുണ്ട് ജിഷ്ണു. ഇപ്പോൾ ഭരണപക്ഷം എന്നുള്ള നിലയിൽ അവർ രണ്ടാമതും കയറി. ഇപ്പൊ കിറ്റ് കൊടുത്തുകൊണ്ട് മാത്രമാണെന്നും നമ്മൾ വിശ്വസിക്കുന്നില്ല. ജനങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ല. മറ്റൊരു പാർട്ടി അല്ലെങ്കിൽ മറ്റൊരു മുന്നണിയെ ഏൽപ്പിക്കാനുള്ള ജനങ്ങളുടെ ഭയം കൊണ്ടായിരിക്കാം തമ്മിൽ ഭേദം തോന്നൽ എന്നുള്ള നിലയിൽ കൊടുത്തത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഭരണപക്ഷത്തല്ല ഇടതുപക്ഷമെങ്കിലും പ്രതിപക്ഷത്ത് പോലും ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷം ഇടതുപക്ഷം തന്നെയാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ മാത്രമല്ല പ്രതിപക്ഷത്തേക്ക് വരുമ്പോഴും ആ ഇടതുപക്ഷത്തിൻ്റെ ഒരു 7 അയലത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDFോ കോൺഗ്രസോ എത്തുന്നില്ല. കാരണം അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധ സമരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉപയോഗിക്കും, അതിനുവേണ്ടി യുവജന സംഘടനകൾ ഉപയോഗിക്കും. ഇപ്പോൾ SFI ആയിക്കോട്ടെ, DYFI ആയിക്കോട്ടെ, ഇനി തൊഴിലാളി സംഘടനകളായിക്കോട്ടെ, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മർദ്ദം ചെലുത്തലാണ് ഇവർ നടത്തുന്നത്. ഏതൊരു കൊലകൊമ്പനെയും വീഴ്ത്താൻ തക്ക ശേഷി കേരളത്തിലെ ഇടതുപക്ഷം പ്രതിപക്ഷമായിരിക്കുമ്പോൾ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ നിസ്സാരമായിട്ട്
ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഭരണത്തിലോട്ട് കയറുന്നത്. ഒരു 5 വർഷം പോയാലും ഉറപ്പായിട്ടും വലിയ മാർജിനിൽ അവർ കയറുന്നത് കൊണ്ടാണ് അല്ലേ? നീ എന്തോ പോയിന്റ് പറയാമെന്നല്ലോ. ഇല്ല, ഞങ്ങളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ഓർക്കും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റാണ്. പക്ഷേ എൻ്റെ കാര്യം പറയാം, ഞാൻ കമ്മ്യൂണിസ്റ്റിനെതിരാണ്. കമ്മ്യൂണിസ്റ്റിനെതിരല്ല, ഇപ്പം നടന്ന പിണറായി സർക്കാരിനെതിരാണ് ഞാൻ. പക്ഷേ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത്, ഉള്ള കാര്യം പറയാം. പിന്നെ അതുപോലെ തന്നെ UDF ഒരു 4-5 ഇവിടെ എം എൽ എ സ്ഥാനം തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞ് 2026 ഇലക്ഷനിൽ ചെന്നാൽ അവർ ഉറപ്പായിട്ടും തോക്കും. 3-4 സ്ഥലങ്ങൾ ഉപതെരഞ്ഞെടുപ്പ് എന്ന് വെച്ച് 2026 UDF ജയിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 സ്ഥലം, അതായത് ഒന്നാമത്തെ തൃക്കാക്കര. ഈ തൃക്കാക്കരയിൽ ഉമ്മ തോമസ് ജയിച്ചതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ VD സതീഷിൻ്റെ കീഴുണ്ടായിരുന്നതും UDFിനോടുള്ളതല്ല, PT തോമസ് എന്നുള്ള ഒറ്റ ഒരാളുടെ ഇതിലാണ് ഉമ്മ തോമസ് അന്ന് ജയിച്ചത്. അദ്ദേഹത്തോടുള്ള ഒരു അദ്ദേഹം ഒരു നല്ല ഇതായിരുന്നു. അദ്ദേഹത്തോടുള്ള ഒറ്റയിലാണ് ഉമ്മ തോമസ് ജയിച്ചത്. അതുപോലെ തന്നെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി എന്ന ഒറ്റ ഒരാളുടെ ഇതിലാണ് ചാണ്ടി ഉമ്മൻ ജയിച്ചത്. അല്ലാതെ കോൺഗ്രസോ UDFോ എതിർപക്ഷത്തിനുള്ള ഒന്നുമല്ല, ആ ഒറ്റ ഒരാളുടെ ഭരണവിരുദ്ധ വികാരമേ അല്ല. ഈ 2 സ്ഥലങ്ങളിലും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിട്ടില്ല. അതുപോലെ പിന്നെ ചേലക്കര CPS കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടുപോയി. പിന്നെന്ന് പറഞ്ഞത് നിലമ്പൂര്, പാലക്കാട് രാഹുൽ മാങ്കോട്ടത്തിൽ ജയിച്ചത് അതും പറയാൻ പറ്റത്തില്ല. കാരണം അതും VD സതീഷിന്റെ കഴിവ് കൊണ്ടോ UDFിന്റെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതും ഷാഫി പറമ്പിൽ ഇറങ്ങി കളിച്ചു. ആ ഒറ്റ ഒരാളുടെ, അതായത് അദ്ദേഹം പാലക്കാട് ഇത്ര ആളായിട്ട് ജയിച്ച് നിന്ന് പുള്ളി കടന്ന് ചെയ്ത പ്രവർത്തനങ്ങൾ ഇതെല്ലാം കൊണ്ട് മാത്രം ഷാഫി പറമ്പിൽ, അത് പാട്ട് നോക്കിയല്ല, ഷാഫി പറമ്പിൽ എന്ന ഒറ്റ ഒരാളുടെ ഇതിലാണ് രാഹുൽ മാങ്കോട്ടത്തിൽ ജയിച്ചത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സന്ദീപ് വാര്യരുടെ ഒരു ഈ കോൺഗ്രസിലേക്കുള്ള കടന്നു വരും. പക്ഷേ അതിലൊരു 99% ഷാഫി പറമ്പിലാണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. പാലക്കാട് രാഹുൽ മാങ്കോട്ടത്തിൽ ജയിച്ചത് 99%. കാരണം അത്രയ്ക്ക് ഇതുണ്ട് ഷാഫി പറമ്പിൽ അവിടെ പാലക്കാട് ചെയ്തതും പിന്നെ അവരോടുള്ള റെസ്പെക്റ്റും. ഇപ്പം ഞാൻ തന്നെ ഷാഫി പറമ്പിലുള്ള ഒരു ആരാധനാണ്, അങ്ങനെ തന്നെ ഞാൻ പറയാം. അതുപോലെ ആൾക്കാർ പുള്ളി സഹായം ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരു ഇത് കൊണ്ട് മാത്രമാണ്. അതുപോലെ ഷാഫി പറമ്പിൽ അന്ന് ഇലക്ഷൻ ഇറങ്ങി കളിക്കും. പിന്നെ ലാസ്റ്റായിട്ട് നടന്നത് നിലമ്പൂരിൽ കോൺഗ്രസ് ജയിച്ചതിൻ്റെ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ അത് UDFിൻ്റെ മിടുക്കും കൊണ്ടൊന്നുമല്ല, PV അൻവർ എന്നൊരാളുടെ ഇതൊന്നും ഞാൻ പറയും. കാരണം PV അൻവർ സ്വതന്ത്രനായിട്ട് പുള്ളി 20,000 വോട്ട് പിടിച്ചു. സ്വതന്ത്രനായിട്ട് ഒരാൾ 20,000 വോട്ട് പിടിക്കാൻ പാർട്ടിച്ചിഹ്നത്തിലല്ലാതെ സ്വതന്ത്രനായിട്ട് 20,000 വോട്ട് ചില്ലറ കാര്യമല്ല. കഴിഞ്ഞ തവണ ഈ PV അൻവർ LDF സ്ഥാനാർത്ഥി ഇടത് സ്വതന്ത്രൻ ആയിട്ട് ചെന്നപ്പം ഈ കോൺഗ്രസിനെ തോൽപ്പിച്ചതാണ്. അതായത് ഇപ്പം ഈ തവണ UDF ജയിച്ചത് 11,000 വോട്ടിനാണ്, 11,000 സംതിങ് ലീഡ് വോട്ടിനാണ് UDF ജയിച്ചത്. അതായത് LDFിനേക്കാളും 11,000 വോട്ട് കൂടുതൽ UDF ജയിച്ചു. ആ LDFിന് കുറഞ്ഞു പോയ 11,000 ആ സംഖ്യയും പിന്നെ PV അൻവറിന് കിട്ടിയ 20,000. അതായത് PV അൻവർ LDFിൽ നിന്നായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും PV അൻവർ ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അവിടെയും അപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരമില്ല. അതായത് ഞാൻ പറഞ്ഞത് ആ വോട്ട്, അതായത് കഴിഞ്ഞ 2 വർഷം നിലമ്പൂരിൽ കിട്ടിയ വോട്ട് 2ആയിട്ട് തിരിഞ്ഞുകൊണ്ടാണ് UDF ജയിച്ചതെന്ന് ഞാൻ 100% പറയാം. കാരണം PV അൻവറിന് കിട്ടുന്ന പുള്ളിയുടെ കൂടെ ഉള്ള കുറേ ആൾക്കാർ വോട്ട് ഇങ്ങോട്ടും പോയി, പിന്നെ LDFിൽ തന്നെ കിട്ടുന്ന കുറേ വോട്ടുകളാണ് LDFിൻ്റെ. ആ 2 വോട്ട് തിരിഞ്ഞുകൊണ്ട് മാത്രമാണ് UDF നിലമ്പൂരിൽ ജയിച്ചതെന്ന് ഞാൻ ഉറപ്പിച്ച് പറയും. മന്ത്രി മുഹമ്മദ് റിയാസ് ഈ ജയത്തിന് ശേഷം ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരുന്നു. ആ കുറിപ്പിൽ റിയാസ് പറയുന്നത് കഴിഞ്ഞ തവണയേക്കാൾ കൂടുതൽ വോട്ട് ഷെയർ ഇത്തവണ നിലമ്പൂര് പാർട്ടിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാഹചര്യത്തിലാണ് പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വെച്ചല്ല താരതമ്യം ചെയ്ത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് 30,000-ഓളം വോട്ടുകൾ കൂടുതൽ കിട്ടി സ്വരാജിന് എന്ന് പറഞ്ഞു. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മുമ്പ് നടന്ന. പിന്നെ വർഗീയ ശക്തികളുടെ വോട്ടുകൾ കൊണ്ടാണ് കോൺഗ്രസ് വിജയിച്ചതെന്നും വർഗീയ ശക്തികൾക്ക് ശക്തമായി എതിർത്തത് കൊണ്ടാണ് ആ വോട്ടുകൾ ഇല്ലാതെ തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് കൊണ്ടാണ് സ്വരാജ് തോറ്റതെന്നും റിയാസ് പറയുന്നുണ്ട്. അപ്പോഴും ഒരു ഇടതുപക്ഷത്തിനെതിരായ ഒരു തരംഗം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് റിയാസ് പറയുന്നത്. അതൊരു യാഥാർത്ഥ്യമല്ലേ അങ്ങനെ പറയുമ്പോൾ? അതിപ്പോൾ ഞാൻ പറയട്ടെ, അതിപ്പോൾ ഏത് പാർട്ടി തോറ്റാലും
അവർ തോൽവി സമ്മതിക്കത്തില്ല. ഇങ്ങനെ ഓരോ ഇതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഇടതുപക്ഷത്തിനെതിരായ വലിയ തരംഗമാണെന്ന് പറഞ്ഞു പരത്തുന്നതിൽ ഒരു അടിസ്ഥാനമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ പറഞ്ഞേക്ക് ഇവര് പറയും ഈ വർഗീയവാദികൾ ഭീകരവാദികളൊക്കെ അതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മളൊരു കോൺഗ്രസ്സുകാരനായിട്ടുണ്ടെങ്കിൽ അവര് വർഗീയവാദി, അവരുടെ പാർട്ടിക്കാരാണ് നല്ലവര്, അതിൽ നിന്നും എനിക്ക് ഒരു താല്പര്യമില്ലാത്ത കേസാണ്. നമ്മളത് ആർക്കും ഇഷ്ടമാണ് അവർ. അല്ലാതെ ഇപ്പം വർഗീയവാദി വന്ന് ഞാൻ പറയട്ടെ, നമ്മുടെ ഒരു മണ്ഡലത്തിൽ എത്ര പേർക്ക് വോട്ട് വേണം, വോട്ടർ ഐ ഡി ഇല്ലാതെ പോയി വോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ ഉള്ളവർ മാത്രമാണ് പോയി വോട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലാതെ പുറത്തുനിന്ന് ആൾക്കാർ, അല്ലാതെ ഇപ്പം തന്നെ ഇപ്പം മരിച്ചവർ വന്ന് വോട്ട് ചെയ്യുന്ന കാലഘട്ടമാണ് ഇപ്പം. അതുപോലെ കള്ളത്തരങ്ങളൊക്കെ ഉണ്ടാക്കി വോട്ടർ ഐ ഡി ഉണ്ടാക്കി ചെയ്യുന്നവരാണ്. അതുപോലെ എങ്ങനെ ചെയ്തിട്ടുണ്ടോന്ന് എനിക്കറിയാം. പക്ഷേ അതൊന്നും പറയുന്നത് തോറ്റു കഴിഞ്ഞിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെയാണ്. ഇലക്ഷൻ കമ്മീഷനെ പ്രതിസന്ധിയിലാക്കരുത്, കേസ് വരും. അല്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നടപ്പുണ്ടെന്ന് പറഞ്ഞ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ന്യൂസുകളൊക്കെ ഉണ്ട്. ഇവർ ഉദ്ദേശിക്കുന്നപ്പോ ചില പ്രത്യേക മുസ്ലിം സംഘടനകളെയാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ വർഗീയ സംഘടനകളെന്ന് വിളിക്കുന്നത്. പക്ഷെ ജമാഅത്തെ ഇസ്ലാമി കൃത്യമായിട്ട് ഇന്ന് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഒരുപാട് നാളുകളായിട്ട് ഈ ഇടതുപക്ഷം തങ്ങളെ ആക്രമിക്കുന്നുണ്ട്. അവരുടെ തെരഞ്ഞെടുപ്പുകൾ വരുമ്പോഴൊക്കെ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ രീതിയിൽ വർഗീയ സംഘടനകൾ എന്നൊക്കെ പറഞ്ഞ് ആക്രമിക്കുന്നുണ്ടെങ്കിലും അവർ പറയുന്നത് ഈ പഹൽഗാം വിഷയത്തിലടക്കം കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച ഒരു പ്രസ്ഥാനമാണ് അവരുടേത് എന്നാണ്. ജമാഅത്ത് ഇസ്ലാമി പോലും കമ്മ്യൂണിസ്റ്റുകാർ അവരെ വർഗീയ ശക്തികളായിട്ട് ഒതുക്കി അല്ലെങ്കിൽ തള്ളിക്കളയുന്ന നിലപാടിനെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. പിന്നെ കോൺഗ്രസ് ഇപ്പോൾ ലീഗിൻ്റെയും മറ്റുമൊക്കെ സപ്പോർട്ടിൽ തന്നെയാണ് വിജയിച്ച് കയറുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ UDF എന്നുള്ളൊരു ആ സംയുക്തമായിട്ടുള്ള എല്ലാ കക്ഷികളുടെയും ആ ഒരു കൂട്ടായ്മയുടെ ഒരു വിജയം തന്നെയാണെന്നുള്ളതിൽ സംശയമില്ല. കാരണം ഒറ്റകക്ഷിയായിട്ട് കോൺഗ്രസ് നിന്ന് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഭീകരമായിരിക്കും. ലീഗിൻ്റെ പങ്ക് വളരെ 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 തെളിഞ്ഞു തന്നെ നിലമ്പൂർ കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ലീഗിന് അൻവറിനോട് ഒരു മൃദുല സമീപനവും ഉണ്ട്. അൻവറിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളഞ്ഞിട്ടില്ല. VD സതീശന് മൊത്തത്തിൽ അനുകൂലിക്കുന്ന ഒരു നിലപാടായിരിക്കും ലീഗിലെ എല്ലാവരിൽ നിന്നും ഉണ്ടാകുന്നത് എന്നും വിശ്വസിക്കുന്നില്ല. കാരണം ലീഗിലെ ഒരു വിഭാഗം പ്രവർത്തകരെങ്കിലും അൻവറിന്റെ ഒരു അനുകൂല സ്വഭാവത്തിലോ നിലപാടിലോ ഉറച്ചു നിൽക്കുന്നുണ്ട്. അത് അൻവറിനുള്ളൊരു സപ്പോർട്ടാണ്, ഒരു ഗ്രൗണ്ട് സപ്പോർട്ടാണ്. പക്ഷെ മൊത്തത്തിൽ UDFന്റെ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ ചെയർമാൻ എന്ന രീതിയിലും പ്രതിപക്ഷ നേതാവ് അതായത് ആ UDFന്റെ ഒരു ലീഡർ എന്ന രീതിയിൽ സതീശൻ പറയുന്നത് മാത്രമേ ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. സതീശൻ എന്ന് പറയുന്നത് UDFന്റെ പൂർണ്ണമായ നിലപാടാണ്. തൻ്റെ നിലപാട് മാത്രമല്ല, ചർച്ച ചെയ്ത നിലപാടാണ്. തനിക്ക് പലതും സംസാരിക്കാൻ പറ്റില്ല, UDF ഒരു താക്കീത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അൻവറിനെ വേണ്ട എന്ന് സതീശന്റെ വാവഴി പുറത്തേക്ക് എത്തുമ്പോഴും ലീഗ് പൂർണ്ണമായിട്ടും അൻവറിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. ഇത് ലീഗില് ഒന്ന് പ്രമുഖ നേതാക്കളായിട്ടുള്ള ആളുകളോട് ഒന്ന് ചോദിക്കുകയാണ്, അൻവറിനെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അവരിപ്പോൾ സതീശൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ ദിവസത്തെ ഏഷ്യാനെറ്റിൽ ഇൻ്റർവ്യൂവിലടക്കം സതീശൻ പറഞ്ഞ ചില പോയിന്റുകളുണ്ട്. വിലപേശൽ രാഷ്ട്രീയം UDF അംഗീകരിക്കില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു വാക്കിനെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ഒരു പ്രതികരണം നടത്തിയേക്കാം. വിലപേശൽ തരത്തിലുള്ള രാഷ്ട്രീയം വെച്ചിട്ടാണ് അൻവർ വരുന്നതെങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കില്ല. അതല്ലാതെ ചർച്ചകൾക്ക് ഇനിയും സാധ്യതകളുണ്ട്. അതായത് താക്കോല് ഇപ്പോഴും കയ്യിലുണ്ടെന്നാണ് പ്രമുഖരായിട്ടുള്ള നേതാക്കളടക്കം പറഞ്ഞത്. പക്ഷേ ആ താക്കോൽ കയ്യിൽ പോലും വെക്കണ്ട എന്ന നിലപാടാണ് സതീശൻ എടുക്കുമ്പോഴും ലീഗിന് അൻവറിനെ തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവ് തന്നെയാണ് അൻവർ എന്നുള്ളത് ആ 20,000-ഓടടുത്ത് വന്ന വോട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ 20,000 വോട്ട് കിട്ടി. 20,000-ഓളം ജനങ്ങൾ മണ്ടന്മാരാണെന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാനായിട്ട് ലീഗ് ശ്രമിക്കില്ല. കാരണം ലീഗിനറിയാം അതിൽ എത്രത്തോളം വളരെ ജെനുവിനായിട്ടുള്ള നിഷ്പക്ഷരുണ്ടെന്നുള്ളതും അവരെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അഹങ്കാരത്തിലോട്ട് എത്തുള്ളൂ എന്നുള്ളതും ലീഗിനും അതുപോലെ മറ്റു സംഘടനകൾക്കൊക്കെ അറിയാം. അതുകൊണ്ട് അൻവറിനെ പൂർണ്ണമായി തള്ളുന്ന ഒരു നിലപാടിനോട് സത്യത്തിൽ യോജിപ്പില്ല എന്നുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്ന് കരുതി ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ, അയാളെ തരം താഴ്ത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഈ സതീശൻ തന്നെ 32-33 വയസ്സുള്ളപ്പോൾ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് നേരിടുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തോറ്റിട്ടാണ് തുടങ്ങിയത്. പിന്നീട് തുടർച്ചയായിട്ട് 5 തവണ വിജയിച്ചെങ്കിലും അദ്ദേഹം ഒരു തോൽവിയിൽ നിന്ന് തുടങ്ങിയ ആളാണ്. പിന്നെ ഇതുവരെ ഒരു മന്ത്രിയായിട്ടില്ല. അദ്ദേഹത്തിന് ഒരുപാട് ചവിട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ 5 വർഷത്തോളം 5 തവണയോളം കൃത്യമായ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറി വന്ന ഒരാൾക്ക് ഇതുവരെ ഒരു മന്ത്രിയാവാൻ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ എത്രത്തോളം ചവിട്ടുകൾ കിട്ടിയിട്ടുണ്ടാവും. അതേ ആളാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വന്ന് ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവൻ എന്നുള്ള രീതിയിലൊക്കെ മറ്റുള്ളവരാൽ പ്രകീർത്തിക്കപ്പെട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി കസേരയിലേക്ക് അടുക്കുന്നത്. അതൊരു നേട്ടം തന്നെയാണ്, ഇല്ലെന്നല്ല. പക്ഷേ സതീശനും ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ
ചിലപ്പോൾ ഒരു ചവിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് എന്നതും തള്ളിക്കളയാനാവില്ല. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, എന്തിന് നമ്മൾ ഇതുവരെ പരാമർശിക്കാത്തൊരു പേരുണ്ട്, ശശി തരൂർ. ശശി തരൂരിനെ ഇവർ അങ്ങ് കേന്ദ്രത്തിലേക്ക് അയക്കുന്നത് തന്നെ ഏറ്റവും വലിയ ഒതുക്കലിൻ്റെ ഭാഗമാണ്. ഇപ്പം മനോരമ അടക്കം നടത്തിയ ഒരു പോളിൽ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ ഒക്കെ ആയിട്ട് ശശി തരൂരിനെ തിരഞ്ഞെടുത്തപ്പോൾ പോലും മുഖ്യമന്ത്രി ആവുമോ എന്നുള്ള ചോദ്യമാണ് എപ്പോഴും ജനങ്ങളിൽ നിന്നും ആ പരിപാടിയിൽ നിന്നും ഉദ്ദേശിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് പോലും ഒരു സ്ഥിരമായ ആൻസർ പറയാത്തത് UDFന്റെ ഈ ചവിട്ടാണ്. ഇപ്പൊ പുള്ളി നരേന്ദ്രമോദി ഭക്തനാണ്, നരേന്ദ്രമോദിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ ഇടുന്നു, സഞ്ചാരങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറഞ്ഞ് കൂടുതൽ വെറുക്കപ്പെട്ടവനായി മാറുന്നൊരു സാഹചര്യമാണ്. പക്ഷേ ശശി തരൂർ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ശശി തരൂരിനെ വെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിട്ടാലും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ സതീശൻ സമ്മതിക്കുമോ? ചെന്നിത്തല സമ്മതിക്കുമോ? KC വേണുഗോപാൽ സമ്മതിക്കുമോ? ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രശ്നം. കസേരകളി, രാഷ്ട്രീയ പോര്, നേതൃസ്ഥാനത്തേക്ക് വരാനുള്ള കടിപിടി. സുധാകരൻ അടക്കം ഇനി ആരോഗ്യത്തിൽ ഇടകാത്രനായി വന്ന് ഈ ഒരു കോമ്പറ്റീഷന്റെ ഭാഗമാകുമ്പോൾ മത്സരം കടുക്കും. ആര് തമ്മിലുള്ള ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ കോൺഗ്രസ് മത്സരമല്ല, അല്ലെങ്കിൽ UDFും LDFും തമ്മിലുള്ള മത്സരമല്ല, UDFിന്റെ ഉള്ളിൽ തന്നെയുള്ള മത്സരം കടുക്കും അല്ലേ? സെൽഫ് ഗോൾ അടിക്കുമെന്നാണ് പേടി. അങ്ങോട്ടും ഇങ്ങോട്ട് തമ്മിത്തില്ല, അവസാനം അവരുടെ പോസ്റ്റിൽ തന്നെ ഗോൾ അടിച്ച് തോക്കുമെന്നുള്ളതും ഒരു ഭയമാണ് അല്ലേ? പഠിക്കൽ കല്ല മുടക്കാൻ മിടുക്കരാണ് UDF. കാരണം അതുകൊണ്ടാണല്ലോ കഴിഞ്ഞ തവണ ഭരണം പോയത്. എന്നിട്ട് പറഞ്ഞു കിറ്റ് കൊടുത്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഒരു ചെറിയ കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ UDFന് വേണ്ടാന്ന് ജനങ്ങൾ തീരുമാനിക്കുമെങ്കിൽ എത്രത്തോളം അടച്ചുറപ്പില്ലാത്ത അടിയുറപ്പില്ലാത്ത പാർട്ടി ആയിരിക്കും. അങ്ങനെ പറയാൻ പാടില്ല. കിറ്റ് മാത്രമല്ല, കിറ്റ് കൊടുത്തോണ്ട് മാത്രമല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവര് LDF ആദ്യത്തെ 4 വർഷം എന്തൊക്കെ തിണ്ടത്തരം കാണിച്ചാലും 5ാമത്തെ വർഷം ഇവന്മാർ വോട്ട് പിടിക്കാൻ വേണ്ടിയുള്ള കളി കളിക്കും. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് കഴിഞ്ഞ തവണ അത് തിണ്ടത്തരമല്ല എങ്കിൽ പോലും കൊറോണ മഹാമാരികള് ആ സമയത്ത് ഇവര് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇവർക്ക് ജനങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ആ പത്രസമ്മേളനമായിട്ടാണ് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് വാർത്താ സമ്മേളനം വിളിക്കുന്നു. നമുക്കൊരു ആശ്വാസം. ഇവരിൽ ഒരാൾ, പിന്നെ വേറൊരാൾ ശൈലജ ടീച്ചർ, പുള്ളിക്കാരെ പറയാൻ പറ്റില്ല, പുള്ളിക്കാരെയാണ് ഏറ്റവും കൂടുതൽ, അതായത് ഈ കഴിഞ്ഞതാണ് ഈ തവണ മുഖ്യമന്ത്രി സ്ഥാനത്ത് കയറിയപ്പോൾ പുള്ളിക്കാരി മുഖ്യമന്ത്രി ആകുമെന്ന് പറഞ്ഞ കൂടുതൽ ഒത്തിരി പേര്. അതായത് ശൈലജ ടീച്ചർ എങ്ങാനും മുൻനിർത്തിയാണ് ഇനി വരുന്ന ഇലക്ഷനെ LDF സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതെങ്കിൽ കടുത്ത പോരാട്ടം തന്നെ UDF നേരിടേണ്ടി വരും. പക്ഷേ തീർച്ചയാണ്. ഒരു കാര്യം അത് പിണറായി വിജയനോടുള്ള എതിർപ്പാണ് ഇപ്പോൾ എല്ലാ ജനങ്ങളും പറയുന്നത്. അപ്പൊ പിണറായി വിജയൻ എന്നുള്ള ആളെ മാറ്റിയിട്ട് ശൈലജ ടീച്ചറെ കൊണ്ടുവന്ന് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അത് പിണറായി വിജയനോട് പോലും ഒരു പ്രമുഖ മാധ്യമം നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, അടുത്ത മുഖ്യമന്ത്രിയും താങ്കൾ തന്നെ ആയിരിക്കുമോ ചോദിക്കുമ്പോൾ പിണറായി വിജയൻ ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ധാർഷ്ട്യത്തിന്റെ മറുപടി അല്ല കൊടുത്തത്. അത് പാർട്ടി തീരുമാനിക്കേണ്ട ഒരു ഘടകമാണ്, താൻ തന്നെ ആവണമെന്നില്ല എന്നുള്ള മറുപടികളൊക്കെ കൊടുത്തത്. അതുകൊണ്ട് അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വനിതാ മുഖ്യമന്ത്രി എന്നൊരു ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു നരേറ്റീവിലേക്ക് LDF കടക്കുകയാണെങ്കിൽ ആ പോരാട്ടത്തിനെ നേരിടാൻ UDF ഇതൊന്നും ചെയ്താൽ പോരാ. ഇപ്പോൾ ഈ അടുത്ത് നിലമ്പൂർ ജയിച്ചപ്പോൾ പോലും പ്രമുഖ നേതാക്കളിൽ ചിലർ പറഞ്ഞത്, വിവരമുള്ള ചിലർ പറഞ്ഞത്, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കൊണ്ട് അഹങ്കാരം പിടിച്ച് ഇനി UDF ഒന്ന് മന്ദഗതിയിലായി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ അപകടമായിരിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മഹാമാരികളെ അതിജീവിച്ച ഒരു സർക്കാരാണ് ഇവിടെ 10 വർഷത്തോളം ഭരിച്ചിട്ട് നിൽക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കണം. അങ്ങനെ ഒരു മഹാമാരി ഇതുവരെ UDF ഭരണകാലത്ത് പോലും വന്നിട്ടില്ല അല്ലേ? അത് മാത്രമല്ല, പിണറായി സർക്കാരിന്റെ ആദ്യത്തെ, അതായത് ഈ കഴിഞ്ഞ 2ാമത്തെ അല്ല ആദ്യത്തെ തവണ മന്ത്രിമാരൊക്കെ അത്യാവശ്യം പുതിയൊക്കെയല്ല, അതായത് ഇപ്പം M മണി, ശൈലജ ടീച്ചർ, ഇവരൊക്കെ അത്യാവശ്യം നല്ല പുതിയ ആൾക്കാർ. ആദ്യത്തെ തവണയല്ലേ അവരെ, ആദ്യത്തെ തവണ അത്യാവശ്യം നല്ല ആൾക്കാരായിരുന്നു. അവർക്ക് ഇതുപോലെ ഇത്രയും വിവാദങ്ങളും ഒന്നും വന്നില്ല. അതിന്റെ കൂട്ടത്തിലാണ് ഈ കൊറോണ മഹാമാരി 2018 ഇങ്ങനെ സംഭവങ്ങൾക്ക്. അപ്പൊ അതിന്റെ കൂടെ ഇവരെ ശൈലജ ടീച്ചറിനെ തന്നെയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ പിണറായി വിജയനേക്കാളും കൂടുതൽ വോട്ട് കിട്ടിയത് ശൈലജ ടീച്ചർ. മുഖ്യമന്ത്രി ആവുന്ന ട്രെൻഡ് ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടുതലാണ്. കൂടുതലാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവമാണ് വന്നത്. ഇപ്പം ഈ 2ാമത് കയറിയ പിണറായി വിജയൻ സർക്കാരാണ് ഏറ്റവും കൂടുതൽ വിവാദങ്ങളും സംഭവങ്ങളും ഉണ്ടാക്കി എന്നാണ് നമുക്ക് പറയാൻ. കാരണം മന്ത്രിസഭയിൽ ഭൂരിഭാഗം പേരും പുതുമുഖങ്ങളായിരുന്നു അല്ലേ? ഒരുപാട് പ്രതിസന്ധികളുണ്ടായി. പക്ഷെ അപ്പോഴും അവര് തികച്ചു ഭരിക്കുവാണ്. ആലോചിച്ച് നോക്കണം, പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി ഒരു വലിയ പ്രശ്നം. ഇപ്പോൾ നേരത്തെ UDF ഭരണത്തിലിരുന്നപ്പോൾ പ്രതിപക്ഷം UDFനെ പ്രതിസന്ധിയിലാക്കിയത് പോലുള്ള വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ പോലും ഇല്ല. അല്ലാതെ ഈ സമയത്തൊക്കെ UDF ഭരിക്കുമ്പോ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ വലിയ കോലാഹലങ്ങളാണ് അല്ലേ? ഇപ്പൊ ഒരേ ഒരു കോലാഹലം നടക്കുന്നത് PV Anwar.
PV അൻവറിന്റെ പത്രസമ്മേളനങ്ങൾ മാത്രമാണ് LDF സർക്കാരിനെതിരെ, പിണറായി സത്തിനെതിരെ ശക്തമായ നിലപാടുകളും കാര്യങ്ങളും വരുന്നത്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് LDF നൈസായിട്ട് സൈഡായിട്ട് നിൽക്കുക. കാരണം ഈ അൻവർ LDFന്റെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയ്ക്ക് VD സതീശൻ അൻവർ വിഷയം വരും. അപ്പൊ തന്നെ LDF നൈസായിട്ട് ഇരിക്കുമോ? ഇവര് തമ്മിലാണ് പ്രശ്നം നടക്കുന്നത്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ നരേറ്റീവ് തന്നെ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അൻവറിന്റെ ഒരു നരേറ്റീവ് തന്നെ സതീശനിസത്തിനെതിരെയും പിണറായിസത്തിനെതിരെയുള്ള ഒരു പോരാളി എന്നുള്ള നിലയിലായിരുന്നു പലരും PV അൻവറിനെ കണ്ടത്. പിന്നെ അദ്ദേഹം പരാജയപ്പെട്ടുവെങ്കിലും ഒരു ഒറ്റയാനെ പോലെ ഒരുപാട് വോട്ടുകൾ നേടി. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ പറയുന്നത് UDF ആയിട്ടൊരു സജീവ ചർച്ചയ്ക്ക് താല്പര്യമുണ്ട്. പക്ഷേ സതീശന് അത് അംഗീകരിക്കാൻ പറ്റില്ല. സതീശനോട് ആ ചോദ്യം ചോദിച്ചപ്പോൾ പറഞ്ഞത്, തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിൻ്റെ മുൻപ് വരെ പത്രസമ്മേളനങ്ങളിൽ തനിക്കെതിരെ പറഞ്ഞിട്ടുള്ളത് എല്ലാവരും കേട്ടതല്ലേ, മാധ്യമങ്ങൾ വരെ ചോദിച്ചോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചില്ലല്ലോ എന്നൊരു മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ച ഒരാളെ പോലെ സതീശൻ സംസാരിക്കുന്നത് എന്തുകൊണ്ടും അൻവറിൻ്റെ ഒരു തിരിച്ചുള്ളൊരു പ്രവേശനത്തിന് ഒരിക്കലും സാധ്യത കൽപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ VD സതീശന് അത് പൂർണ്ണമായി ഇഷ്ടമല്ല എന്നുള്ളത് തെളിയിക്കുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ എന്തു വന്നാലും VD സതീശൻ്റെ ഈ ഒരു ശക്തമായ നിലപാട്, അപ്പം അൻവർ പറയുന്നത് പോലെ ഇനി ശരിക്കും കാണാൻ പോകുന്ന ഒരു ഏകപക്ഷീയമായ ഒരു VD സതീശനിസം എന്നതാണ് UDF എന്നുള്ളതാണ് അൻവർ ഉന്നയിക്കുന്നത്. അതുപോലെ ഇനി ഇപ്പൊ പിണറായി സത്തെ പറഞ്ഞതുപോലെ സതീശനിസം വരുമോ എന്ന് അറിയില്ല. LDFനെതിരെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്നത് പിണറായിസും മരുമോനൈസും, അതായത് അവരെ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയാണ് കൂടുതൽ വാർത്തകൾ വരുന്നത്. മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂര് മത്സരിക്കാമെന്നുള്ള ധൈര്യം പോലും, അല്ലെങ്കിൽ ഒരു ചങ്കൂറ്റം പോലും, അല്ലെങ്കിൽ ഒരു പ്രസ്താവന പോലും അൻവർ നടത്തിയിരിക്കുന്ന സാഹചര്യമാണ്. പക്ഷേ അപ്പോഴും ഒരു UDF ചിഹ്നത്തിൽ മത്സരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. അൻവറിന്റെ ചാപ്റ്റർ അടയ്ക്കാൻ തന്നെയാണ് VD സതീശന്റെ ഒരു തീരുമാനം എന്നുള്ളത് സംശയമില്ല. അതിപ്പോൾ UDFന്റെ തീരുമാനമാണ്. എന്തൊക്കെ ഒരു എന്താ പറയുക ആവരണങ്ങളിട്ട് പൊതിഞ്ഞാലും അത് VD സതീശന്റെ തീരുമാനമായിട്ട് തന്നെയാണ് പ്രതിഫലിക്കുന്നത്. സാധാരണക്കാർക്കിടയിലേക്ക് അങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് അൻവർ ഫാക്ടറിനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രസക്തമാകും, രാഷ്ട്രീയ ചിത്രത്തിൽ നിന്ന് മാറുമോ എന്നുള്ളതൊക്കെ കണ്ടറിയാം. പക്ഷേ അവസാനമായിട്ട് പറഞ്ഞു നിർത്താനുള്ളത്, VD സതീശൻ മുഖ്യമന്ത്രി ആകുമെന്ന് പറയുമ്പോഴും രമേശ് ചെന്നിത്തല സജീവമായിട്ടുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, അതുപോലെ ശശി തരൂരുണ്ട്, K സുധാകരനുണ്ട്. പക്ഷേ ഇതുവരെ പ്രത്യക്ഷത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് വരാതെ, എന്നാൽ 2026 ആകുമ്പോഴേക്ക് സജീവമാവാൻ ചിലപ്പോൾ സാധ്യതയുള്ള KC വേണുഗോപാലുണ്ട്. KC വേണുഗോപാലിന്റെ രംഗപ്രവേശം ഒരു ട്വിസ്റ്റ് ആയിരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മാസ്റ്റർ പ്ലാൻ, ഒരു ഹൈക്കമാൻഡിന്റെ മാസ്റ്റർ പ്ലാൻ, VD സതീശനോ രമേശ് ചെന്നിത്തലയോ തള്ളിക്കളയാനാവാത്ത ഒരു ഹൈക്കമാൻഡ് പ്ലാനായി KC വേണുഗോപാൽ കേരളത്തിലേക്ക് എത്തി ഒരു മുഖ്യമന്ത്രി കസേര ലക്ഷ്യമിടാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. രമേശ് ചെന്നിത്തല മിക്കവാറും VD സതീശന്റെ പ്രഭാവത്തിൽ മങ്ങിപ്പോകുമോ എന്നൊരു ഭയവും UDF തന്നെ ചർച്ചയാവുന്നു. പിന്നെ രമേശ് ചെന്നിത്തലും VD സതീശനെ ഇപ്പൊ അത്യാവശ്യം സത്യം പറഞ്ഞാൽ ഇത്ര കോലം കൊണ്ട് അത്യാവശ്യം കളം പിടിച്ചിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ ഭയങ്കര ഇതാണ്, അവര് മുഖ്യമന്ത്രിയായിട്ട് തന്നെയാണ് പിക്ചർ ചെയ്യുന്നത്. അവര് സതീഷിനുമായിട്ട് ഇപ്പൊ ഭയങ്കര പറഞ്ഞ, അതായത് ഇപ്പം പറഞ്ഞ ഷാഫി പറമ്പില്, രാഹുൽ മാങ്കൂട്ടത്തില്, അതുപോലെ ഇപ്പം കയറി വരുന്ന എല്ലാവരും തന്നെ സതീഷിനുമായിട്ടാണ്. ഇപ്പം ചെന്നിത്തല എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഇപ്പോഴും ആ പഴയ ആൾക്കാരായിട്ട് ഞാൻ പറഞ്ഞേ, സുധാകരൻ അല്ലാതെ മുരളീധരൻ, ഇവരൊക്കെ ആയിട്ടാണ്. ഇവരൊക്കെ ആയിട്ട് സതീഷിനെതിരെ കളിക്കുന്നുണ്ടെന്നാണ് ഇപ്പോഴും വരുന്ന റിപ്പോർട്ടുകളൊക്കെ. സതീശന്റെ ഒരു രീതി ഇപ്പൊ ഭയങ്കര ശ്രദ്ധേയമാണ്. കാരണം ഒരു ക്യാപ്റ്റൻ എന്ന പോലെ തന്നെയാണ് ഇപ്പോഴധികം പ്രവർത്തിക്കുന്നത്. ആ ക്യാപ്റ്റന്റെ കുപ്പായം ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞു. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുമ്പോൾ തൻ്റെ ജയമായിട്ട് പറയാതെ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ക്രെഡിറ്റ് അദ്ദേഹം പാർട്ടിക്ക് കൊടുക്കുന്നു, യുവജന സംഘടനകൾക്ക് കൊടുക്കുന്നു, അവിടുത്തെ ആ ഒരു പ്രത്യേക സ്ഥലത്തുള്ള ആ പാർട്ടിയുടെ ഓരോരോ മേഖലകളിലുള്ള പ്രവർത്തകർക്ക് കൊടുക്കുന്നു, അവിടുത്തെ പ്രസിഡന്റിന് കൊടുക്കുന്നു, സെക്രട്ടറിക്ക് കൊടുക്കുന്നു. അങ്ങനെ ക്രെഡിറ്റ് അദ്ദേഹം കൃത്യമായി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ്, അല്ലെങ്കിൽ എന്താ പറയുക ആ ഒരു ജില്ലയുടെ പ്രസിഡന്റിന്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ മണ്ഡലത്തിന്റെ, അല്ലെങ്കിൽ ആ ഒരു ലോക്കൽ കമ്മിറ്റി ഏരിയയുടെ, അങ്ങനെ കൃത്യമായി അദ്ദേഹം കൊടുത്തു വരികയാണ്. ഇതൊരു നല്ല നേതാവിൻ്റെ, അത് നമ്മുടെ ഒരു ക്യാപ്റ്റന്റെ തരത്തിലുള്ള ഒരു ഡിസിഷനാണിത്. അപ്പോൾ ഈ ഡിസിഷനൊക്കെ അദ്ദേഹം എടുത്തു വരുന്നത് യുവ സംഘടനകളിലും കോൺഗ്രസിലെ യൂത്ത് കോൺഗ്രസ് പോലുള്ള യുവാക്കളിലും ഒരു നല്ലൊരു ട്രെൻഡ്, ഒരു സതീശന് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടാക്കാൻ ഉറപ്പായിട്ടും കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത് അല്ലേ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു ക്യാബിനറ്റ് സ്ഥാനത്ത് ഇപ്പം നിൽക്കുന്നുണ്ട്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വാക്കാൽ തർക്കിക്കാതെ ഇവർ ചെയ്യുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അല്ലാതെ ഷർട്ട് ചുളിയാതെ, ഈ പറയുന്ന പോലെ മേക്കപ്പ് പോകാതെ, ഡൈ തേച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളെ പിണറായി സർക്കാരിനെതിരെയുള്ള ജനതരംഗം അല്ലെങ്കിൽ ജനരോഷം മുതലെടുത്തുകൊണ്ട് ഈസി ആയിട്ട് ഭരണത്തിൽ കയറുക എന്നുള്ള ആ ഒരു
പരിപാടി അത് അത്രത്തോളം മോശമാണ്. കാരണം ഇപ്രാവശ്യം കിട്ടിയാലും ആ മന്ത്രിസഭയെ തകർക്കാനുള്ള ഒരു പ്രതിപക്ഷമായിട്ട് LDF ഉള്ള ഘടകങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് 100% ഉറപ്പാണ്. നിങ്ങൾ മൗനം പാലിക്കുമ്പോഴും ജനങ്ങൾ ഓർക്കുന്നത് LDF അവർ ചെയ്തതാ ശരി. തമ്മിൽ ഭേദം തൊമ്മൻ. ഇപ്പൊ എന്തായാലും ഇത്ര സഹിച്ചില്ലേ, ഇനി ഒരാൾക്ക് മാറ്റിക്കുത്താന്നുള്ള നിലയിൽ കുത്തുന്നതായിരിക്കും. അല്ലാതെ അയ്യോ UDF ഒന്നില്ലെങ്കിൽ കേരളത്തിന്റെ ഭാവി എന്താവും എന്നുള്ള ചിന്തയിലൊന്നും ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത തവണ, അതായത് ഈ 2026 കഴിഞ്ഞിട്ട് ഇനിയൊരു തിരഞ്ഞെടുപ്പ് വരുമല്ലോ, ആ സാഹചര്യത്തിൽ UDFന് LDF തുടർഭരണം നേടിയതുപോലെ നേടാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ സമ്മതിച്ചു അല്ലേ? അതല്ലെങ്കിൽ ഈ പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള ഒരു തരംഗം, ജനങ്ങളുടെ രോഷം, ജനങ്ങളുടെ കണ്ണീര്, ഇതെല്ലാം മുതലെടുത്തുകൊണ്ട് ഷർട്ട് ചുളിയാതെ മേക്കപ്പ് മാറാതെ ഡൈ ഇട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഇരിക്കുന്നത് പോലെ ഉണ്ടാവും. അതത്ര ഒരു സുഖകരമായ ഇരിപ്പായിരിക്കില്ല അല്ലേ? അപ്പൊ എന്തായാലും ജനങ്ങളെ മുൻനിർത്തി ജനങ്ങളെ കൂട്ടുപിടിച്ചതുകൊണ്ട് വളരെ വലിയ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്താനായിട്ടുള്ള ജനങ്ങൾക്കിടയിൽ ഇറങ്ങണം അല്ലേ? ഉമ്മൻചാണ്ടി ഇറങ്ങിയല്ലേ? ഉമ്മൻചാണ്ടി ഇറങ്ങിയപ്പോൾ ഇപ്പൊ എത്ര നേതാക്കന്മാർ ഇറങ്ങുന്നുണ്ട്, അത് നമ്മൾ പറയും. ഇപ്പൊ ഷാഫി പറമ്പിൽ പുള്ളി ഇറങ്ങുന്നുണ്ടെന്ന് പറയാം. പക്ഷെ അത് ഉമ്മൻചാണ്ടി മാത്രമല്ല ജനങ്ങൾക്കിടയിലോട്ട് വന്ന് ഇങ്ങനെ കെട്ടിപ്പിടിക്കേണ്ടത്. ഇലക്ഷൻ മുമ്പുള്ള ഒരു ട്രെൻഡ് ഉണ്ടാക്കി വെക്കണം. അപ്പൊ ഇനി ഇലക്ഷൻ ഇറങ്ങിയില്ലെങ്കിലും ജനങ്ങൾ കുത്തും. കാരണം ജനങ്ങൾ വിവരമുള്ളവരാണ് കേരളത്തിലെ ആൾക്കാർ. അല്ലാണ്ട് കിറ്റ് കൊടുത്തോണ്ട് ഭരണത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങൾ ഇനിയെങ്കിലും പുച്ഛിക്കരുത്. കിറ്റ് കൊടുത്തോണ്ട് മാത്രമല്ല, കാരണം ഒരു നല്ലൊരു ക്യാപ്റ്റൻ അങ്ങനെ ആരെങ്കിലും പറയാനുണ്ടാവണം. അങ്ങനെ നിങ്ങൾ ഉറപ്പിച്ച് പറയണം. അല്ലാണ്ട് ഹൈക്കമാൻഡ് തീരുമാനിക്കും, അങ്ങനെ തീരുമാനിക്കും, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ഉള്ളിൽ അതുണ്ട് എന്നുള്ളതുകൊണ്ട് അത് തീരുമാനിക്കുന്ന പറഞ്ഞാൽ ആ ചോദ്യത്തിൽ നിന്ന് എസ്കേപ്പ് ആവല്ല വേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളിലും മുഖ്യമന്ത്രി കസേര ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ ഒരു ഐക്യത്തോട് തീരുമാനിക്കാൻ ഇപ്പം പറ്റുമോ? അതാണ് ഏറ്റവും വലിയ ചോദ്യം. അങ്ങനെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് എന്നിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു അവസരമാണ് ഈ മാസങ്ങൾ. ഒരു വർഷം ഇല്ല, 6-7 മാസം ഉണ്ട്. ആ മാസത്തിനുള്ളിൽ അവർ കാണിച്ച അഴിമതികളും ജനങ്ങൾക്ക് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുവാണെങ്കിൽ അടുത്ത തവണ നിങ്ങൾ ഉറപ്പാണ് ഭരണത്തിൽ കയറും. അല്ലെങ്കിൽ ഇപ്പൊ മന്ത്രി റിയാസ് പറഞ്ഞതുപോലെ ഇപ്പൊ ഈ നിലമ്പൂര് തോൽവി അംഗീകരിച്ചുകൊണ്ട് LDF സർക്കാർ ഇതുവരെ ചെയ്ത നേട്ടങ്ങളെല്ലാം കൂടി വെച്ചിട്ട് ജനങ്ങൾക്കിടയിൽ ഒരു ക്യാമ്പയിൻ അവർ നടത്താൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ ക്യാമ്പയിൻ ഉദ്ദേശിക്കുന്നത് പോലെ ആയിരിക്കില്ല, ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നുള്ള ക്യാമ്പയിൻ ആയിരിക്കും. ആ ക്യാമ്പയിന് ബദലായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇറങ്ങി തന്നെ കളിക്കണം. അല്ലാതെ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നുള്ള ധാർഷ്ട്യത്തിലോ അഹങ്കാരത്തിലോ നിന്ന് കഴിഞ്ഞാൽ അടുത്ത തവണയും LDF സർക്കാർ ഭരണത്തിൽ വരും. പിണറായി സർക്കാർ എന്ന് പറയുന്നില്ല, LDF സർക്കാർ ഭരണത്തിൽ സാധ്യതയുണ്ട്. കാരണം അത് വേണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഇറങ്ങി കളിക്കണം. അത്രേ. ഇനിയിപ്പം ഇവരെന്നാലിപ്പോ ഈ ഉപതെരഞ്ഞെടുപ്പും കൂടെ തോറ്റോണ്ട് LDF സർക്കാർ എന്നാലും ഇനി ഇറങ്ങി കളിക്കുന്നത്. ഇപ്പൊ പിണറായിസത്തിനെതിരെ ഇവത്തെ അഴിമതികളൊക്കെ വന്നുകൊണ്ട് ചിലപ്പോൾ അടുത്ത തവണ പറഞ്ഞ പോലെ ശൈലജ ടീച്ചറിന്റെ പേരായിരിക്കും, അല്ലെങ്കിൽ അതിലും നല്ല ആൾക്കാരെ വെച്ച് മുഖ്യമന്ത്രി ശൈലജ ടീച്ചറും VD സതീശനും വരുവാണെങ്കിൽ ആ ഒരു നരേറ്റീവ് ഒന്ന് ആലോചിച്ച് നോക്കി. എത്രത്തോളം വലിയ പോരാട്ടമായിരിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് 100 അടിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അത്? അതുകൊണ്ട് ശക്തമായിട്ട് ഇറങ്ങി കളിക്കുക, ഗ്രൗണ്ട് ലെവലിൽ കളിക്കുക അല്ലേ? എന്നിട്ട് പിടിച്ചെടുക്കുക, ജനങ്ങളുടെ ഹൃദയങ്ങളെ കീഴടക്കുക, എന്നിട്ട് തീരുമാനിക്കുക മുഖ്യമന്ത്രി ആരാവുന്ന. സതീശന് എൻ്റെ ഒരു അഭിപ്രായമാണ് യുവനിരകൾ കയറി വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് തന്നെ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ രേഖപ്പെടുത്തും. ഞങ്ങൾ എന്തായാലും ഈ ഒരു ചർച്ച ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. VD സതീശനായിരിക്കുമോ, ചെന്നിത്തലയായിരിക്കുമോ, K സുധാകരനായിരിക്കുമോ, തിരുവഞ്ചൂരായിരിക്കുമോ, KC വേണുഗോപാലായിരിക്കുമോ, ശശി തരൂർ ആയിരിക്കുമോ, ഇനി ഇവരാരുമല്ല, LDF തന്നെ വരുമോ ഒന്നും അറിയില്ല. അത് ഇത്രത്തോളം പേരുകൾ UDF നമ്മൾ പറയുന്നുണ്ട്. അപ്പോ പിണറായി വിജയൻ അല്ലെങ്കിൽ ശൈലജ ടീച്ചർ. അപ്പൊ ആര് വരും നമുക്കറിയില്ല. എന്ത് വന്നാലും ഈ ഗ്രൂപ്പുകളെയും കസേരകളെയൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് പിണറായിസത്തിനെതിരെയോ അല്ലെങ്കിൽ LDF സർക്കാരിനെതിരെയോ ഒരു ട്രെൻഡ് കൊണ്ടുവന്നെങ്കിൽ കസേരയിൽ ഇരുന്ന് ഷർട്ട് ചുളിയാതെ അല്ലെങ്കിൽ മേക്കപ്പ് പോവാതെ അല്ലെങ്കിൽ സ്പ്രേയുടെ മണം പോവാതെ ഒന്നും ഒരു കാര്യവും നടക്കൂല. ജനങ്ങൾക്കിടയിൽ വേർപ്പൊഴുക്കി ഇറങ്ങി കളിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.